ധർമ്മസ്ഥലയിലെ വിവാദ വെളിപ്പെടുത്തൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കുന്ന ഉത്തരവുകളിൽ ഇടപെടണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. കർണാടകയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ അപകീർത്തി കേസുകൾ നൽകുന്നതിൽ നിന്നും ധർമ്മസ്ഥല ട്രസ്റ്റിനെ വിലക്കണമെന്നുമാണ് ആവശ്യം. തേർഡ് ഐ എന്ന യൂട്യൂബ് ചാനലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കെ.ബി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നുള്ള ആവശ്യം അഭിഭാഷക സംഘടന ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാധ്യമ വിലക്കിനെതിരെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഹർജിയിൽ എന്തൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ? ഈ ധർമ്മസ്ഥലം സംബന്ധിച്ച് ഈ ദുരൂഹ വെളിപ്പെടുത്തലൊക്കെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് ഗാഗ് ഓർഡർ വാങ്ങിയിട്ടുണ്ട് ധർമ്മസ്ഥല ക്ഷേത്രം ട്രസ്റ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് ലഭിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പലർക്കും ഈ വാർത്തകൾ നൽകിയതിനെതിരെ നിയമ നടപടിയുമായി ഈ ക്ഷേത്രം അധികാരികൾ രംഗത്ത് വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലുള്ള ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തേർഡ് ഐ ന്യൂസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം ട്രസ്റ്റ് നൽകിയ ഈ പേരിൽ 51ാമത്തെ കക്ഷിയാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് തേർഡ് ഐ ന്യൂസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിലക്ക് പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടാണ് വരുന്നത്. കോടതി നടപടികളും പോലീസിലെ നടപടികളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നുള്ള ഒരു വാദമാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഈ ഇത്തരം ഉത്തരവുകൾ കോടതികളുടെ ഉത്തരവുകൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ കീഴ്വഴക്കം ശരിയല്ല, അതിന് ഒരു തടയിടണം എന്നുകൂടി ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്നാണ് ഈ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് വാങ്ങിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തൽ കൃത്യമായിട്ട് അന്വേഷിക്കാൻ കോടതിയുടെ മേൽനോട്ടം വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകരുടെ ഒരു സംഘം കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇത്രയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് ഇത്ര ദിവസമായിട്ടും ഈ മറവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ഇതുവരെ കുഴിച്ചു നോക്കാൻ പോലും പോലീസ് തയ്യാറായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ധർമ്മസ്ഥലം സംബന്ധിച്ച് വലിയ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനിടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ പിന്മാറുന്നു എന്ന വാർത്തകളും ഈ അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.